കോംപ്ലിമെന്റ്സ് കിട്ടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. ചെറിയൊരു കാര്യത്തിനെങ്കിലും കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടാവാം. സോ ഈ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡേഞ്ചറാണ്. അത് ഒരു കംഫർട്ടബിൾ ആക്കുന്നതാണ് നമ്മളെ. അതായത് നമുക്കൊരാൾ കോംപ്ലിമെന്റ്സ് തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ പെർഫെക്റ്റ് ആയി അതുകൊണ്ടാണല്ലോ കോംപ്ലിമെന്റ്സ് കിട്ടിയത് എന്നുള്ളത്. ആക്ച്വലി അതൊരു എൻകറേജ്മെന്റിന്റെ ഭാഗവുമാകാം, അത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. സോ കോംപ്ലിമെന്റ്സ് ആർ കംഫർട്ടബിൾ. ഈ കംഫർട്ടബിൾ ഈസ് ദ എനിമി ഓഫ് വാട്ട്? എനിമി ഓഫ് സക്സസ്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുക, ഡേഞ്ചർ ഓഫ് സക്സസ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ കൺവിൻസ് യു ദാറ്റ് യു ഹാവ് ഓൾറെഡി ഗ്രോൺ എന്നുള്ളതാണ്. നമ്മൾ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ കോംപ്ലിമെന്റ് തരിക എന്നുള്ളത്. ആക്ച്വലി കോംപ്ലിമെന്റ്സിനെ നമ്മൾ ഫ്യൂവലായി എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ എഫേർട്ടും നോളജും ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയാൻ സാധിക്കൂ. എവിടെയും വെച്ച് നമ്മൾ സ്റ്റക്ക് ആവാൻ പാടില്ല, കോംപ്ലിമെന്റ്സിന്റെ കെണിയിൽ വീഴാൻ പാടില്ല. കോംപ്ലിമെന്റ്സ് ജസ്റ്റ് ഒരു ഫ്യൂവലായി എടുത്തുകൊണ്ട്, അതായത് നമ്മളെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതൊരു ഫ്യൂവലായിട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നല്ലേ പറയാറ്. അതുപോലെ ഈ കോംപ്ലിമെന്റ്സിനെയും നമ്മൾ ഫ്യൂവലായി എടുത്ത് മുന്നോട്ട് പോവുക. സോ ഇതുപോലുള്ള ടിപ്സിനായി ഫോളോ മൈ ചാനൽ നീതു എംപവർമെന്റ് ഹബ്. ബൈ.